ഒന്നും പറയാനുള്ളൂ, വെട്ടിക്കെട്ട് തിരക്കഥ എന്നൊക്കെ പറയാനുള്ളൂ. ഇതൊക്കെയാണ് സ്ക്രീൻ പ്ലേ, തകർത്തുമാണ്. എന്ന് വെച്ചാൽ വലിയ CG വർക്കോ കാര്യങ്ങളൊന്നും അല്ല പുള്ളി ചെയ്തിരിക്കുന്നത്. കിട്ടില്ല കഥ, അതുപോലെ എഴുതി വെച്ചിരിക്കുവാണ്. മേക്കിങ് അറിയാമല്ലോ നോളൻ്റെ കഴിവ്. ആ കഴിവ് പുള്ളി തിരക്കഥയൊക്കെ എടുത്തു. അമിത CG അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പടം വേറെ ലെവൽ, അടിപൊളി. എന്ന് വെച്ചാൽ അവസാനത്തെ ഇതുണ്ടോ, ആളൊന്നും ഇല്ലായിരുന്നെങ്കിലും അടിപൊളി കൈയടി അവസാനത്തെ സീനില്ല കേട്ടോ. കിടില പടം, അടിപൊളി, ഒന്നും പറയാനില്ല. രക്ഷയില്ല. വീണ്ടും ഒരു നോളൻ മാജിക് കാണാൻ പറ്റിയോ? എങ്ങനെയുണ്ടായിരുന്നു? കിടിലേ, നല്ല. വീണ്ടും ഒരു നോളൻ മാജിക് കാണാൻ പറ്റിയോ? എങ്ങനെയുണ്ട് ഓപ്പൺ ഹൈമർ വെച്ച് നോക്കുമ്പോൾ? ഓപ്പൺ ഹൈമർ നല്ല സിനിമയാണ്, പക്ഷെ നോളൻ്റെ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് അല്ലേ, പടം നല്ല സിനിമയാണ്, പക്ഷെ നോളൻ ടച്ച് ഇല്ല അത്ര. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് സൂപ്പറാണ്. ക്ലൈമാക്സിൻ്റെ അടുത്തതിൻ്റെ ഒരു ഈ സ്പീഡിൽ കാണുമ്പോൾ പ്രശ്നമുണ്ടോ? ഇതിൽ കുറച്ച് പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്, കുറേയൊക്കെ കട്ടായിട്ട് വരും. ഓക്കെ, അടിപൊളിയാണ്. ഒരു നോളൻ മാജിക് കാണാൻ പറ്റിയോ? നോളൻ മാജിക് എന്ന് പറഞ്ഞാൽ സ്റ്റോറി തന്നെയാണ്, നമ്മൾ കണ്ടും കേട്ട ഒഡീസി തന്നെയാണ്. വിഷ്വൽ സ്ക്രീൻ പ്ലേ ആണ്. IMAX-ൽ കാണുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഈ സ്ക്രീനിൽ ലിമിറ്റേഷൻ എന്തായാലും ഉണ്ട് കാണുന്നത്. നല്ല രീതിയിൽ സ്ക്രീൻ കട്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേളിലും താഴെയായിട്ടും ക്രോപ്പ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ കാണുന്നവർ IMAX-ൽ കണ്ട അടിപൊളിയായിരിക്കും. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. എൻഗേജിങ് സ്ലോ ആണ്, സ്റ്റോറി ടെല്ലിംഗ് ആണ്, ആക്ഷനൊക്കെ വരുന്ന ബൈ എൻഡിലാണ്. അടിപൊളിയാണ്. വീണ്ടും ഒരു നോളൻ മാജിക് കാണാൻ പറ്റിയോ? ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് നല്ല അടിപൊളിയാണ്. നൈസായിരുന്നു. ഇങ്ങനെ ഒരു നോളൻ മാജിക് കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. അവസാനത്തെ വളരെ നല്ല പടം. ക്ലൈമാക്സ് വെറും കിടില്ല. അവസാനത്തെ ഒരു അരമണിക്കൂർ ഫൈറ്റ് ആയിരുന്നു, സീനായിരുന്നു. അവസാനത്തെ അരമണിക്കൂറാണോ പടം പീക്കാവുന്നത്? അത് മാത്രമല്ല, അല്ലാണ്ടുണ്ട് മൊത്തത്തിൽ പടം പീക്കാണ്. നല്ലതാണ്, നല്ല പടം. ലാസ്റ്റ് ഒരു 40 മിനിറ്റ്സ് എങ്ങനെയുണ്ടായിരുന്നു? പ്രകടനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കാസ്റ്റിംഗ് ഒക്കെ പ്രോപ്പറാണ്. ഓപ്പൺ ഹൈമർ ഇറങ്ങിയപ്പോൾ കുറെ പേർക്കൊക്കെ ലാഗൊക്കെ ഫീൽ ചെയ്തത്. അങ്ങനെയൊന്നുമില്ല. മൊത്തത്തില് ഈ IMAX-ൽ എടുത്തതായിരുന്നു. ഈ സ്ക്രീനിൽ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തോന്നിയില്ല. കട്ടായി പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, മൊത്തത്തിൽ വൈബായിരുന്നു. ഒരു ഫിലിം ബൈ ക്രിസ്റ്റഫർ നോളൻ പടം തന്നെ ആണ്. വീണ്ടും ഒരു നോളൻ മാജിക് കാണാൻ പറ്റുമോ? സൂപ്പർ. കാണണ്ട, IMAX-ൽ കാണണം. കാണണ്ടേ, ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ തന്നെ കാണണ്ടേ. എല്ലാവരും ക്ലൈമാക്സ് പീക്കാണെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പീക്ക് സാധനം, രോമാഞ്ചൊക്കെ പൊങ്ങി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ IMAX-ൽ ഇതിൽ കാണുമ്പോൾ സ്ക്രീൻ കട്ടാവുന്ന വല്ലതും ഉണ്ടോ? കട്ടാണ്, ആ റേഷ്യോന്റെ ഒരു പ്രശ്നം മാത്രമുണ്ട്. നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കും അത് ഉണ്ടാവും. എന്ന് വെച്ചാൽ IMAX കാണുമ്പോൾ അതിന് ചിലപ്പോൾ ബെറ്റർ ഫീൽ കിട്ടും. സൗണ്ട് ക്വാളിറ്റി ഒക്കെ ടോപ്പിന് വെച്ച്. എങ്ങനെയുണ്ട് പ്രകടനമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? പ്രകടനം നോളന്റെ പടങ്ങള് ഉള്ളതല്ലേ, ക്ലാസിക്. ഓപ്പൺ ഹൈമർ വെച്ച് നോക്കുമ്പോൾ അതിന് മുകളിൽ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ടോപ്പിന് വെച്ച് തന്നെ നമുക്ക് കാണാം. എക്സ്പീരിയൻസ് ആണ്, എന്തായാലും ഒന്ന് കണ്ടത്. ഡയറക്റ്റഡ് ബൈ നോളൻ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ. അതെ.